പെറ്റമ്മമാരുടെ ക്രൂരതകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച ഒരു 19-കാരിയുടെ വാർത്തയാണ് ഈയിടെ നമ്മൾ കേൾക്കാനിടയായത്. എന്നാൽ ആ അമ്മയുടെ ക്രൂരത അവിടെയും തീർന്നില്ല. ഈ യുവതി ഇപ്പോൾ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നാണ്. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതര സംസ്ഥാനക്കാരനായ ഒരു യുവാവുമായി ഈ 19-കാരി അടുപ്പത്തിലായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അയാളുമായി ബന്ധമില്ലെന്നും താൻ ഗർഭിണിയായ വിവരമോ പ്രസവിച്ച വിവരമോ അയാൾ അറിഞ്ഞിട്ടില്ലെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. 3 മാസമായി വീട്ടിലുണ്ടായിരുന്ന യുവതി വയറ്റിലെ അസുഖത്തിന് മരുന്ന് കഴിക്കുകയാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഗർഭിണിയായ വിവരം തനിക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് ഈ 19-കാരിയുടെ വിചിത്രമായ മൊഴി. അത്ഭുതകരമായാണ് ആ പെൺകുഞ്ഞ് രക്ഷപ്പെട്ടത്. 2.9 കിലോ ഭാരമുള്ള കുഞ്ഞ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് 19-കാരിയായ അമ്മയ്ക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതേസമയം കുഞ്ഞിൻ്റെ ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചികിത്സ നടത്തുന്ന ഈ കാലത്താണ് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച ക്രൂരത ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അരങ്ങേറിയത്. അവിവാഹിതയായതുകൊണ്ടും ഇനി എങ്ങനെ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കും എന്നുള്ള ഭയം കൊണ്ടുമായിരിക്കാം ഈ സ്ത്രീ ഇത്തരമൊരു ക്രൂരമായ തീരുമാനമെടുത്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഇനി എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഈ സ്ത്രീ എത്തിയത് തീർച്ചയായും ഇവർക്ക് മനസ്സിൽ യാതൊരു കരുണയും ഇല്ലേ എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം, നാളെ 4ാം വിവാഹ വാർഷികം ആഘോഷിക്കേണ്ടിയിരുന്ന ഒരു 27 വയസ്സുകാരി പക്ഷേ ആ ആഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാസർഗോഡ് ആരൂരിലെ ഭർത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സെറീനയുടെ മരണം കേരള മനസാക്ഷിയെ വീണ്ടും ഉലയ്ക്കുകയാണ്. ഇതൊരു ജീവനൊടുക്കലല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ ചേർന്ന് ഇല്ലാതാക്കിയതാണ്. 2022-ലായിരുന്നു സെറീനയുടെയും സൈനുദ്ദീനിൻ്റെയും വിവാഹം. എന്നാൽ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഒരു കുഞ്ഞില്ലെന്ന പേരിൽ ഭർത്തൃമാതാവും സെറീനയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞുണ്ടാകാതിരുന്നത് എന്നറിഞ്ഞിട്ടും അതിൻ്റെ എല്ലാ കുറവും സെറീനയുടെ തലയിൽ കെട്ടിവെച്ച് ആ ഭർത്തൃമാതാവ് അവളെ നരകയാതന അനുഭവിപ്പിച്ചു എന്നാണ് സഹോദരൻ പറയുന്നത്. ഈ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ പലപ്പോഴും സെറീന സ്വന്തം വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരും മധ്യസ്ഥരും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് അവളെ വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചത്. പക്ഷേ അവിടെ ചെന്നിട്ടും പീഡനം തുടർന്നു. ഒടുവിൽ സഹിക്കാനാവാതെ സെറീന സഹോദരനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ സഹോദരൻ ഇറങ്ങാനിരിക്കെയാണ് ഭർത്താവിൻ്റെ വീട്ടിലെ ഷെഡിൽ അവളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിൻ്റെ പേരിലും കുഞ്ഞുണ്ടാകാത്തതിൻ്റെ പേരിലും പെൺകുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ പ്രവണത എന്നാണ് അവസാനിക്കുക? ഇനി ഒരു പെണ്ണിനും ഇത്തരമായൊരു ദാരുണ മരണം ലഭിക്കാതിരിക്കുവാൻ സെറീനയ്ക്ക് തീർച്ചയായും നീതി ലഭിക്കണം.